ജോലി വാഗ്ദാനം ചെയ്ത റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കായി ആളുകളെ കടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പ്രധാന ഏജന്റുമാരിൽ ഒരാളായ സിബി ഔസേപ്പിനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, എന്തായാലും പോലീസ് നടപടി അതിവേഗം തന്നെയാണ്. 3 പേരുടെ അറസ്റ്റാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകാം. സ്വാതി, വടക്കാഞ്ചേരി തയ്യൂർ സ്വദേശിയായിട്ടുള്ള സിബി ഔസേപ്പാണ് ഈ മനുഷ്യക്കടത്ത് കേസിൽ ഒടുവിൽ അറസ്റ്റിലായിട്ടുള്ളത്. അതായത് ബിനിൽ ബാബുവിനെയും ജെയിൻ കുര്യനും അടക്കമുള്ള മലയാളികളായ സംഘത്തെ റഷ്യയിൽ പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും നൽകി തൊഴിൽ തട്ടിപ്പിന് ഇരയാക്കി മനുഷ്യക്കടത്ത് നടത്തി കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരായിട്ടുള്ള പരാതി. കൊല്ലപ്പെട്ട ബിനിൽ ബാബുവിന്റെയും പരിക്കേറ്റ ജെയിൻ കുര്യന്റെയും അടക്കം ബന്ധുക്കളാണ് ഇവർക്കെതിരെ പരാതി നൽകിയത്. ഇവർക്കെതിരെ തന്നെ മറ്റ് മോചിതരായ മലയാളികളും വിവിധ സ്റ്റേഷനുകളിലായി കൊല്ലം സ്വദേശി സിബിയും എറണാകുളം സ്വദേശി റെനിൽ തോമസും അതോടൊപ്പം തന്നെ തൃശൂർ കൊടകര സ്വദേശിയായിട്ടുള്ള സന്തോഷ് ഷൺമുഖനും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ബിനിലിന്റെ മരണ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് ഇത്തരത്തിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതും കസ്റ്റഡിയിലെടുത്തതും ഇവരുടെ നടപടിക്രമങ്ങളടക്കം പൂർത്തിയാക്കിയതും. അതായത് റഷ്യയിലെ പ്രധാനപ്പെട്ട ഏജന്റ് ആയിട്ടുള്ള റഷ്യൻ വനിതയെ വിവാഹം കഴിച്ച് റഷ്യയിൽ സ്ഥിരതാമസമാക്കിയ റഷ്യൻ പൗരൻ സന്ദീപ് തോമസ് ആണ് ഈ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ഇയാളാണ് മുഖ്യ ഏജന്റുമാരായി പ്രവർത്തിച്ചത്. റഷ്യൻ പട്ടാളത്തിൽ നിന്നും നേരിട്ട് കമ്മീഷൻ പറ്റിയാണ് ഇവർ മലയാളി യുവാക്കൾ അടക്കമുള്ള ആളുകളെ ഈ കേരളത്തിൽ നിന്നും റഷ്യൻ ആർമിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. സന്ദീപ് തോമസിന്റെ പ്രധാനപ്പെട്ട സഹായികളായിരുന്നു ചാലക്കുടി കേന്ദ്രമാക്കി റിക്രൂട്ടിംഗ് ഏജൻസി നടത്തുന്ന സ്റ്റീവ് ആന്റണി എന്ന സുമേഷ് ആന്റണിയും അതോടൊപ്പം തന്നെ ഇയാളുടെ കീഴിൽ റഷ്യയിലേക്ക് എത്തി സന്ദീപിന്റെ സഹായിയായി മാറിയ സിബി ഔസേപ്പിനെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിബി ഔസേപ്പ് ഈ ബിനിലിന്റെയും ജെയിന്റെയും ബന്ധുവാണ്. ഈ ബന്ധുത്വവും പരിചയവും ഒക്കെ മുതലാക്കിക്കൊണ്ട് ഈ ചെറുപ്പക്കാരെ വഞ്ചിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരായിട്ടുള്ള കേസ്. കൊല്ലപ്പെട്ട ബിനിലിന്റെ ഭാര്യയും ഗുരുതരമായി പരിക്കേറ്റ ജെയിന്റെ പിതാവും അടക്കമാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇവരുടെ പരാതിയിൽ സിബി ഔസേപ്പ് 1-ാം പ്രതിയും സന്ദീപ് തോമസ് 2-ാം പ്രതിയും അതോടൊപ്പം തന്നെ സുമേഷ് ആന്റണി 3-ാം പ്രതിയുമാണ്. മറ്റുള്ളവരുടെ പരാതിയിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. സന്ദീപ് തോമസ് 1-ാം പ്രതിയും സുമേഷ് ആന്റണി 2-ാം പ്രതിയും സിബി ഔസേപ്പ് 3-ാം പ്രതിയും എന്നുള്ള നിലയിലാണ്. വടക്കാഞ്ചേരി പോലീസിന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ പ്രതികളെ വേഗത്തിൽ കസ്റ്റഡിയിലെടുക്കാനും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്താനും സാധിച്ചിട്ടുള്ളത്. പെരുമ്പാവൂരിൽ നിന്നുമാണ് മുഖ്യപ്രതിയായിട്ടുള്ള സന്ദീപ് തോമസിനെ പോലീസ് കസ്റ്റഡിയെടുത്തത്. അതോടൊപ്പം തന്നെ ചാലക്കുടി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന സുമേഷ് ആന്റണിയെ മതിലകത്തെ വീട്ടിൽ നിന്നുമാണ് ചാലക്കുടിയിൽ ഓഫീസിൽ പരിശോധന നടത്തിയതിനു ശേഷം അറസ്റ്റ് ചെയ്തത്. ദിവസങ്ങളായി ഈ സംഭവത്തെ തുടർന്ന് ഒളിവിലായിരുന്ന സിബി ഔസേപ്പിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കേരള പോലീസിന് സാധിച്ചിരുന്നു. കേരള പോലീസ് ഇയാളെ ട്രാക്ക് ചെയ്യുന്നതിനിടയിൽ മറ്റു പ്രതികൾ പിടിയിലായപ്പോൾ സിബി ഔസേപ്പിനോട് നേരിട്ട് കോടതിയിൽ ഹാജരാവാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ ഇന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ ചോദ്യം ചെയ്യലിനിടെ വാദിച്ചത് മലയാളികളായിട്ടുള്ള കൊല്ലപ്പെട്ട യുവാക്കൾ അടക്കം റഷ്യയിൽ എത്തിയത് തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. മറ്റൊരു പ്രലോഭനങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവരെല്ലാവരും റഷ്യൻ ആർമിയിൽ ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ഉറപ്പു നൽകുന്ന ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം പ്രതികൾ പറഞ്ഞു നോക്കി. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം വ്യാജമാണെന്ന് പോലീസിന് മനസ്സിലാക്കാനായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാത്രി ഏറെ വൈകി സിബി ഔസേപ്പിന്റെ കൂടി അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇവരുടെ വൈദ്യപരിശോധനകളടക്കം വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിച്ചു. ഇതിനുശേഷം ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് ഏറ്റവും അവസാനം നമുക്ക്